രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടം അഭിഭാഷകരുമായി സംസാരിച്ചതായി അറിയുന്നു. FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ ആ നീക്കത്തിലേക്ക് കടക്കുമെന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനും വ്യക്തമാക്കിയത്. ഡാനി ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച് സെഷൻസ് കോടതിയെ സമീപിക്കണം ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷേ FIRന്റെ സ്വഭാവം, അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവം, ഇതൊക്കെ അനുസരിച്ച് ഒരു പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇപ്പോൾ അതിലൊരു വ്യക്തത കൈവരുന്നുണ്ടോ? എവിടെയായിരിക്കും മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകുക? ഒപ്പം ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘവും പോകുന്ന പശ്ചാത്തലം ഉണ്ടല്ലോ. വളരെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമ നടപടികളെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണേണ്ടി വരുന്നത്? അഭിലാഷ, ഇതിൽ കൃത്യമായ നടപടികൾ നിരീക്ഷിച്ച ശേഷം തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ സംശയമില്ലാതെ പ്രതിഭാഗവും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇതിൽ FIR അടക്കം ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ ഏത് രീതിയിലുള്ള ഒരു നടപടികളിലേക്ക്, ഇപ്പോൾ സെഷൻസിൽ പോയതിനു ശേഷമാണോ ഹൈക്കോടതിയിലേക്ക് വരിക എന്നതടക്കം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ എന്താണ് ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്, എന്താണ് FIR എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുക. ഏത് കോടതിയിൽ ആദ്യമെന്നത് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നത് തന്നെയാണ് പറയുന്നത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കേസും അതിൻ്റെ തുടർ നടപടികളുമെന്നാണ് തന്നോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടി എന്നത്. രാഹുൽ മാങ്കൂട്ടം കൂടുതൽ ഏതെങ്കിലും രീതിയിലൊരു വിശദീകരണം നൽകിയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ അത് മാത്രമാണ് ഈ ഒരു പരാതികളടക്കം ഉയർന്നു വരുന്നത്. നേരത്തെ പരാതിയായിട്ട് വന്നിരുന്നില്ല. ഈ ഒരു സാഹചര്യം സംശയത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. തന്നോട് എത്തരം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൻ്റെ പിറകെയുണ്ട്, ഇതെല്ലാം ആഘോഷിച്ച് തൻ്റെ പിറകെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകനോട് രാഹുൽ വിശദീകരിച്ചതായാണ് പറയുന്നത്. ഏതായാലും മുൻകൂർ ജാമ്യത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി അത് സെഷൻസ് കോടതിയിലാണ്, ഹൈക്കോടതിയിലേക്ക് നേരിട്ടാണോ എന്നതാണ് അറിയേണ്ടത്. കാരണം ചില കേസുകളിൽ കീഴ്ക്കോടതികളിലേക്ക് പോകാതെ നേരിട്ട് ഹൈക്കോടതികളിലേക്ക് എത്തുമ്പോൾ തിരിച്ചടികൾ നേരിടാറുണ്ട്. ഹൈക്കോടതി തന്നെ അത്തരം നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. താഴെയുള്ള കോടതിയിൽ അത് സമർപ്പിക്കൂ എന്നതാണ് പറയുന്നത്. കീഴ്ക്കോടതിയിലേക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട് ചില കേസുകൾ. അപ്പോൾ അത്തരം രീതികൾ അനുവർത്തിക്കണമോ എന്നതെല്ലാം തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. അതിന് ഏത് രീതിയിലാണ് ഇതിൻ്റെ FIRന്റെ സ്വഭാവം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല പെൺകുട്ടിയുടെ ഈ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ഒരു തീരുമാനങ്ങൾ ആകേണ്ടതുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടുതൽ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതികരണവുമായിട്ട് വരുമ്പോൾ പലരും നേരത്തെയും രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത് തങ്ങൾ പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് CPM ഇത്തരം കേസുകൾ അവർ നേരിട്ടപ്പോൾ എന്തുകൊണ്ട് നടപടികൾ അടക്കം ഉണ്ടായില്ല എന്ന മറു ചോദ്യങ്ങളിലേക്കാണ് പലരും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതടക്കം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ KPCC പ്രസിഡന്റ് കൂടി അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിലേക്ക് വരുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിയമ നടപടികൾ ഒരു ഭാഗത്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ നേരിടുക, അതിനെ പ്രതിരോധം ഒരുക്കുക എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണാടി ഉൾപ്പെടുന്ന പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടം, അതൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിവാദം ഉണ്ടായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടം അങ്ങനെ പൊതുവേദികളിലോ ഒന്നും അത്ര പ്രകടമായി സാന്നിധ്യം കണ്ടിരുന്നില്ല. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു പിന്നീട് സജീവമായത്. പക്ഷേ ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ലല്ലോ ഡാനി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുകയും ആ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനമുണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷമായിരിക്കില്ലേ രാഹുലിനെ ഇനി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക? ഒരുപക്ഷെ കീഴ്ക്കോടതി ജാമ്യം തള്ളിയാൽ പോലും ഹൈക്കോടതി ഉൾപ്പെടെ മറ്റ് മേൽക്കോടതികളെ സമീപിച്ച് മുൻകൂർ ജാമ്യം തരപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കുമല്ലോ ഇനി രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക.
തീർച്ചയായും അത് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം ഈ കേസിൽ വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് ചെല്ലാതെ തന്നെ മാറി നിൽക്കുക എന്ന തന്ത്രം തന്നെയായിരിക്കും സ്വാഭാവികമായും സ്വീകരിക്കുക. മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് ജോർജ് മുന്നോട്ട് പറയുന്നത് പോലെ ഇതിപ്പോൾ ഒരു അസ്വാഭാവികതയുണ്ട് ഈ നടപടികളിൽ എന്ന രീതിയിലുള്ളൊരു വീക്ഷണമാണ് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും പൊതുവിൽ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിൽ കാര്യങ്ങൾ നടക്കേണ്ട നിയമ നടപടികൾ ഒരു ഭാഗത്ത് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ തങ്ങൾ കൂടി പരിശോധിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. കോൺഗ്രസുകാരുടെ ഒരു പ്രതികരണങ്ങളും ഏതാണ്ട് ആ രീതിയിൽ ഉള്ളത് തന്നെയാണ്. തീർച്ചയായും പറയുന്നത് പോലെ കോൺഗ്രസിന് പ്രതിരോധം തീർക്കേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. അല്പസമയത്തിനകം KPCC അധ്യക്ഷന്റെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സജിത്ത്, നേരത്തെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ മുന്നിലൊരു പരാതി ഇല്ലാതിരുന്നിട്ട് പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഇതുവരെയുള്ള പ്രതിരോധം എന്നത്. മറ്റുള്ളവർ ഇത്തരത്തിലൊരു നടപടിക്ക് മുതിർന്നിട്ടുണ്ടോ എന്ന ചോദ്യവും അവർ ഉന്നയിച്ചിരുന്നു.